നമസ്കാരം. യുവജനങ്ങൾക്ക് അവസരം നൽകാനെന്നുള്ള പേരിൽ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കിയത് ആന മണ്ടത്തരമാണ് എന്ന് CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു വരികയാണ്. കോർപ്പറേഷൻ ഡിവിഷനുകളിൽ പലയിടത്തും ഇപ്പോൾ BJP മുന്നേറുകയാണ്. ആര്യയുടെ പക്വതയില്ലാത്ത പെരുമാറ്റം ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും പാർട്ടിക്ക് ദോഷമാണ് എന്നും വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ CPM നേതൃത്വത്തെ സമ്മേളനത്തിൽ നിർത്തി പൊരിക്കുക തന്നെയായിരുന്നു. CPM നേതൃത്വത്തെ കടന്നാക്രമിച്ചാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉയർത്തിയത്. സാധാരണക്കാരായ പ്രവർത്തകർ എങ്ങനെ ജീവിക്കുന്നു എന്നത് പോലും പാർട്ടി അറിയുന്ന കാര്യമല്ല. സാധാരണ പ്രവർത്തകരെ നേതൃത്വം തീർത്തും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നേതൃത്വം ശ്രമിക്കുന്ന കാര്യമേ ഇല്ല. A റഹീമിന്റെ രാജ്യസഭയിലെ പ്രകടനം പരിതാപകരമാണ് എന്നും വിമർശനം ഉയർന്നു വരുന്നുണ്ട്. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് മുഖമില്ലാതായിരിക്കുകയാണ്. DYFI നേതാവ് A റഹീമിനെ രാജ്യസഭയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ് എന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. തലേ ദിവസം വരെ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദീപ് വാര്യരെ ഉത്തമനായ സഖാവാക്കാൻ നോക്കിയ നേതാക്കളാണ് പാർട്ടിയുടേതെന്നും പരിഹാസം ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഇയാളുടെ രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് വർഗീയ പരസ്യം നൽകിയത് എന്തിനാണ് എന്നും പ്രതിനിധികൾ ചോദിക്കുന്നുണ്ട്. വിവരക്കേട് പറയുന്നവരെ വിരമിക്കൽ പ്രായം നോക്കാതെ പുറത്താക്കണമെന്നും നേതാക്കൾ ആത്മകഥ എഴുതരുത് എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടി പ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ വലിയ വിമർശനം തന്നെയായിരുന്നു സമ്മേളനത്തിൽ വന്നത്. MV ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററെ ശകാരിച്ചത്, EP ജയരാജന്റെ പ്രസ്താവനകൾ, പണമില്ലാത്ത സർക്കാരിന്റെ ദുരവസ്ഥ, AK ബാലന്റെ മരപ്പെട്ടി പ്രയോഗം ഒക്കെയും പ്രതിനിധികളുടെ ചോദ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ പാർട്ടി നടപടി എടുക്കാതിരുന്നത് എന്ത് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നടത്തിയ മരപ്പെട്ടി പ്രയോഗം വേണ്ടാത്തതായിരുന്നുവെന്ന് വിമർശനം വരുന്നുണ്ട്. വികസന ക്ഷേമ പദ്ധതികൾക്ക് പണം ഇല്ല എന്ന് മാത്രം പറയാൻ ഒരു സർക്കാർ എന്തിനാണ് എന്ന് പ്രതിനിധികൾ ചോദിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം MV ഗോവിന്ദൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ജനകീയ പ്രതിരോധ ജാഥ തൃശൂരിലെത്തിയപ്പോൾ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറാനിടയായ സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗോവിന്ദൻ വേദിയിൽ ഇരിക്കെ തന്നെ പ്രതിനിധികളുടെ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മൈക്ക് ഓപ്പറേറ്റർമാരോട് വരെ തട്ടിക്കയറിയിട്ടുണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർക്കണമെന്ന് പ്രവർത്തകർ പറയുകയാണ്. അതേസമയം സംസ്ഥാനത്ത് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി. 3 പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടമായി. തൃശൂരിലെ നാട്ടിക, പാലക്കാട്ടെ തച്ചിമ്പാറ, ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായിരിക്കുന്നത്. ഈ സർക്കാരിനെ പൂർണ്ണമായും എതിർക്കുകയാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അടക്കം.